പാട്ടോ? അല്ല എന്തേ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനേ നമ്മുടെ ഇരിഞ്ഞാലക്കുട രൂപതയുടെ കേസിന്റെ ഇൻസ്റ്റാ പേജ് നോക്കുമായിരുന്നു. കുറെ പുതിയ ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. പുതിയ സമിതിയൊക്കെ വന്നല്ലേ? പുതിയ സമിതി നിലവിൽ വന്നിട്ടുണ്ട്. മാർച്ച് ആദ്യത്തെ ആഴ്ചയായിരുന്നു സെനറ്റ് മറ്റത്തൂര് പള്ളി വെച്ചിട്ട്. അത് കഴിഞ്ഞ് പിന്നത്തെ ഞായറാഴ്ച ചെയർമാൻ്റെ പള്ളി, അതായത് കൊന്നക്കുഴി പള്ളി വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. പുതിയ സമിതി അംഗങ്ങളൊക്കെ നീ അറിയായിരിക്കും. കൊന്നക്കുഴി പള്ളിയിൽ നിന്നുള്ള ആൽബിൻ ചേട്ടനാണ് നമ്മുടെ ചെയർമാൻ. വൈസ് ചെയർപേഴ്സൺ ആയിരിക്കുന്നത് പോട്ടയെന്നുള്ള ഐറിനാണ്. ഐറിനറിയില്ല, കഴിഞ്ഞ പോലത്തെ വനിതാ വിങ്ങിന്റെ ലീഡർ. അത് തന്നെ, തേജസ്വിനിയൊക്കെ നടത്തിയ ഐറിനാണ് നമ്മുടെ വൈസ് ചെയർപേഴ്സൺ ആയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി ഈസ്റ്റ് ആളൂർ പള്ളിയിൽ നിന്നുള്ള ഫ്ലെറ്റിൻ ചേട്ടനാണ്. ജോയിന്റ് സെക്രട്ടറി താഴേക്കാട് എന്നുള്ള മരിയാണ്. ട്രഷറർ ആരാ? ട്രഷറർ ആയിരിക്കുന്നത് സിബിനാണ്. നീ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടാവും സിബിനെ. അവൻ 2-3 വർഷമായിട്ട് സമിതിയിലുള്ള ആൾ തന്നെയാ. ഇതാണ് സിബിൻ. തട്ടിൽ പിതാവിന്റെ ഒപ്പം ഉള്ള ഒരു ഫോട്ടോയിലുണ്ടല്ലോ, കണ്ടായിരുന്നോ? താഴേക്കാട് പള്ളി വെച്ചെടുത്തത്. അത് പെസഹ വ്യാഴാഴ്ച നമ്മുടെ 2024 സമിതിയുടെ കർമ്മ പദ്ധതി പ്രകാശനം ചെയ്തതിന്റെ ഫോട്ടോ കണ്ടത്. ഈ ഓശാന ഞായറാഴ്ച അമ്മയോടൊപ്പം എന്ന് പറഞ്ഞൊരു പരിപാടി നടന്നല്ലോ, എന്താ സംഭവം? അത് നമ്മുടെ ചാക്കോച്ചന്റെ പള്ളിയിലെ മാതൃസംഘക്കാര് അവര് നടത്തിയൊരു ചെറിയൊരു മീറ്റപ്പ് ആയിരുന്നു. അതില് നമ്മൾ കൂടി ഇൻവോൾവ് ചെയ്തു, പരിപാടി ഒന്ന് കളറാക്കി, അത്രേ ഉള്ളൂ. അന്ന് തന്നെ നമ്മൾ കനകമല തീർത്ഥാടനം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മൾ ഓശാന ഞായറാഴ്ച മല കയറാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഇത്തവണയും നമ്മൾ കനകമല തീർത്ഥാടനം നടത്തി. നമ്മുടെ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്, നമ്മുടെ പോളിപ്പിതാവ്. പിന്നെ അന്ന് അവിടുത്തെ വികാരി അച്ഛൻ അലക്സ് കല്ലേലി അച്ഛൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മോൺസിഞ്ഞൂർ വിൽസൺ ഈരത്തറച്ചൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ യുവജനങ്ങളും നമ്മുടെ സമിതി അംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് നമ്മളന്ന് മല കയറി. ഭയങ്കര ചൂടൊക്കെ ആയിരുന്നില്ലേ? നല്ല ചൂട് തന്നെയായിരുന്നു, പക്ഷെ അതൊരു വലിയ ത്യാഗമായിട്ട് എനിക്ക് തോന്നിയേ. അന്ന് മോളിൽ ചെന്ന് നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും പിന്നെ താഴെ വന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് അത് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടാണ് അവിടുത്തെ പിരിഞ്ഞത്. ഇതെന്തോ അത് സംഭവം ഐസൊക്കെ വെച്ച് അമ്മൂന്നിരിക്കുന്നുണ്ടല്ലോ. ആ പോസ്റ്റർ കൊള്ളാം അല്ലേ? അത് നമ്മുടെ മന്ത്ലി ചലഞ്ചിന്റെയാണ്, അതായത് ഒരു അടിക്കുറിപ്പ് മത്സരമാണ്. അത് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ ഈ വർഷം നമ്മൾ മന്ത്ലി ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഈ ഫോട്ടോയ്ക്ക് നമ്മളൊരു അടിക്കുറിപ്പ് എഴുതി അയക്കാനാണ് ഉദ്ദേശിച്ചേക്കണേ. ഒരാൾ ഒരടിക്കുറിപ്പ് അയക്കാമെന്ന് മാത്രമേ നിർബന്ധം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നോക്കിക്കഴിഞ്ഞാ നമുക്കൊന്ന് പോയാലോ? സമയം ഇത്രയായില്ലേ, ഫുഡ് കഴിക്കാം. ജീവിതത്തിലെ മടുക്കാത്തൊരു പരിപാടി നീ അത്. അതെന്തിട്ടാ? തിന്നാ തിന്ന തിന്ന തിന്നെ.